എന്തുകൊണ്ടായിരിക്കാം ആര്യയുടെ രണ്ട് റിലേഷൻ, ആദ്യത്തെ ഹസ്ബൻഡിൽ നിന്നും നിങ്ങൾ ഡിവേഴ്സായി, രണ്ടാമതൊന്നും വന്നു, അതും ഇപ്പൊ ഇങ്ങനെ വന്നു? എന്തുകൊണ്ടായിരിക്കും ന്നാ ആര്യക്ക് തോന്നണത്? ആദ്യത്തെ റിലേഷൻഷിപ്പ് എൻ്റെ പ്രശ്നമായിരുന്നു. ഐ വാസ് റോങ് ഫ്രം മൈ സൈഡ്. അത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഇറ്റ് വാസ് തറലി മൈ മിസ്റ്റേക്ക്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, അത് വേണ്ടാന്ന് തോന്നിയത്. അത് പിന്നെ എൻ്റെ ഒരു അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷമാണ് ആര്യക്ക് എന്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ അല്ല, അത് ആ സമയത്ത് എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫൊഗീവ് ചെയ്യില്ലായിരുന്നോ? ചെയ്യാമായിരിക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി കിടക്കും. വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫ് ഇനി മുന്നോട്ട് ഒന്നിച്ചു പോകുമ്പോ ഇത് വരുമോ വീണ്ടും അതിനുള്ളിൽ. ഷുഡിൻ ബോദർ us. പിന്നെ ഐ തോട്ട് ഹി ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ്. അവിടെ ആര്യ തെറ്റ് ചെയ്തതിന്റെ ഒരു അതെ, എനിക്കൊരു ഗിൽറ്റ് വന്നതാണ് അവിടെ. അപ്പം ഐ ജെനുവിൻലി തോട്ട് ഹി ഷുഡ് ഹാവ് എ ബെറ്റർ ലൈഫ് എന്നുള്ളത്. പിന്നെ ഹി ഫൗണ്ട് ഹിസ് ലൈഫ് പാർട്ട്ണർ ഓൾസോ. ആളിപ്പം മാരിഡ് ആണ്, ഹാപ്പി ആയിട്ട് അവര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഹാപ്പി ആയിട്ട് പോകുന്നു. സോ ദാറ്റ് വാസ് മെന്റ് ടു ബി. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരിയാണ്, വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗേൾ ചൈൽഡ്. അവൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അവള് ഈ പറയുന്ന പോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് അവളെ വളർത്തുന്നതും. അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഡിസിഷൻസ് എല്ലാം മ്യൂച്വൽ ആണ്. ആൻഡ് ഈക്വലി ആള് വരുമ്പോ, ഐ മീൻ വെനെവർ he wants to be with her, she goes to him. അല്ലാത്തപ്പം ഞാൻ ടേക്ക് കെയർ ചെയ്യണു. അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ്, അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല. അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്. സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ചിലപ്പം ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഉള്ള എന്താ പറയുക, അതിനുള്ള ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം. സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഷിബ്ല പറഞ്ഞില്ലേ, ഞാൻ റിലേഷൻഷിപ്സിൽ 150% കൊടുക്കുന്ന ആളാണ്. ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എൻ്റെ സെക്കൻഡ് റിലേഷൻഷിപ്പ്. എനിക്ക് അയാളെ ജെന്യുവിൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. I knew he was not the perfect person and all. ആൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു, ആൾക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് ഡു ദിസ് ടു മീ. പിന്നെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. മേ ബി ആൾക്ക് നമുക്ക് ഫസ്റ്റത്തെ ഒരു അടി പോലെ നമുക്ക് എക്സാക്ട്ലി അത് കിട്ടി, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. എനിക്ക് ആകപ്പാട് ആളുടെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തില്ല. ലൈക്ക് വേറെ ഒരു ആളോടൊരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളത് അത് ഓപ്പൺലി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. വി വുഡ് നെവർ ഫോഴ്സ് സംവൺ. നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ കൂടെ നിൽക്കൂ എന്നുള്ളത്. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതൊന്ന് കം ഔട്ട് ചെയ്യാൻ പറ്റിയേനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോ ഇത്രയും ട്രൂ ഫ്രണ്ട്സിനെ പോലെ തന്നെ ചില ഫ്രണ്ട്സ് അപ്പൊ ആര്യനെ ചീറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം. യെസ്, അല്ലേ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. അല്ലേ? അതെ, അതും ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള. ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് വരും. എക്സാക്ട്ലി, അതാണ് എനിക്ക് ട്രോമയായി പോയത്. അതിപ്പോ മേ ബി ഞാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് എനിക്ക് ആ പെയിൻ ശരിക്കും കിട്ടുന്നു, കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ കണ്ണിപ്പം നിറയാണ് ആക്ച്വലി. കാരണം ആ ഒരു വേദന ഒരു ലേഡി എന്നുള്ള രീതിയിൽ എന്റെ കണ്ണ് നിറയണം. നമുക്കത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആര്യ അത് യു വെന്റ് ത്രൂ ദാറ്റ്. ഭയങ്കര ഒരു ആര്യ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ ഐ ഫെൽ ഓൺ ടു എ ഡിപ്രഷൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ ലോസ്റ്റ് മൈസെൽഫ്. നമുക്കത് കാരണം നമ്മൾ ജീവനായിട്ട് നമ്മുടെ കൂടെ നിർത്തിയിട്ടേ അവൾ എനിക്കിട്ട് ഇങ്ങനെ പണിയ എന്നൊക്കെ പറയണത് ശരിക്കും. അതെ, എന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി പോയത്, ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ലോക്ക്ഡൌണിന്റെ സമയത്താണ്. മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയായിരുന്നു. ലൈക്ക് ഐ കുഡന്റ് ഡു എനിത്തിങ്. എന്നുവെച്ചാൽ നമുക്കിപ്പോ ഒരു കൗൺസിലറിന്റെ അടുത്ത് പോലും പോവാൻ പറ്റത്തില്ല എന്നുള്ള ഒരാളെ ഇപ്പം നമ്മൾ പറയും ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് ചിലപ്പോൾ സംസാരിച്ചാ ഓക്കെ, എങ്ങനെ പോവാനാ? മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഓൾ ലോക്ക്ഡൌൺ. ആകപ്പാടെ ഈ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. പക്ഷെ എത്രയൊക്കെ നമ്മൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ഫേസ് ടു ഫേസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്നൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഇതങ്ങ് പോവും. അതും ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തമ്മിൽ there's a lot of difference. അപ്പം ആ ഒരു സാധനവും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ മുഴുവനായിട്ട് ഞാൻ അതിൽ
എന്താ പറയാ ഡ്രൗൺ ആയി പോയി. ആരാ പിന്നെ ആര്യനെ ഹെൽപ്പ് ചെയ്തത്? ഞാൻ തന്നെയാ. ഇപ്പൊ എന്തോ പറയാൻ വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ യുനോ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും. എന്നെ ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യാൻ അഫ്കോഴ്സ് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ അവരെല്ലാവരും റിയലൈസ് ചെയ്തു ദാറ്റ്സ് ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ അവരെല്ലാവരും അവരുടെ എല്ലാ സൈഡിൽ നിന്നും മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇസ് മൈ ഡോട്ടർ. അവളൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ അവളുടെ പ്രസൻസ് ഇൻ മൈ ലൈഫ് അത് മതിയല്ലോ. നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഐ മീൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് മൈ എവറിഥിങ്. ഞാൻ ഇപ്പൊ ജീവിക്കുന്നതും ഇപ്പൊ കഷ്ടപ്പെടുന്നതും ഒക്കെ അവളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കുക, അവളെ ഹാപ്പി ആയിട്ട് വെക്കുക. ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ശരിക്കും. ഭയങ്കര ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഈ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ചീത്ത വിളിക്കും. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും പോയിരുന്നു മോങ്ങിയ. കാരണം നിങ്ങളുടെ കൂടെ ഒരു രീതിയിലും പിക്ചറിലുള്ള ഒരാളായിരുന്നില്ല ഞാനൊരു പുറത്തുനിന്നുള്ള ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഇന്നിപ്പോ ആര്യനെ ഇത്രത്തോളം ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് ഇത്രത്തോളം ഹേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്റെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെ ഒഴുകണം എന്നുണ്ടെങ്കിൽ ആ ഒരു അത് അവർക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയണത് കാണാനൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവര് പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടിട്ടല്ല. അവര് പറയണത് എന്തിനാ ഇങ്ങനെ പോയിരുന്നു ഇനി കരയില്ലേ എന്ന് പറയും. അത് അവരുടെ പോയിന്റ്. നടിയും അവതാരകയും സംരംഭകയും ഒക്കെയാണ് ബഡായി ആര്യ. ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ പിഷാരടിയുടെ ഭാര്യയുടെ റോളിലെത്തിയാണ് ആര്യ ശ്രദ്ധ നേടുന്നത്. പിന്നീട് ബഡായി ആര്യ എന്ന പേരിൽ തന്നെ ആര്യ ശ്രദ്ധ നേടുകയും ആ പേര് തന്നെ തന്റെ ഐഡന്റിറ്റിയായി ആര്യ കീപ്പ് ചെയ്യുകയും ചെയ്തു. ബിഗ് ബോസ് സീസണിൽ എത്തിയതോടെയാണ് ആര്യ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. എന്നാൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് ബിഗ് ബോസിൽ എത്തിയതോടെ ആര്യയ്ക്ക് പ്രേക്ഷക പ്രീതി എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ വിമർശനങ്ങളും അങ്ങനെ വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത്. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ആര്യ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആര്യയുടെ ഉറ്റ സുഹൃത്ത്, തൻ്റെ ഉറ്റ കൂട്ടുകാരി തന്നെ ചതിച്ച വാർത്തയാണ് ആര്യ എല്ലാവരോടും പങ്കുവച്ചത്. സിനിമയിലെ വില്ലന്മാരെ പോലും കവച്ചു വയ്ക്കുന്ന അഭിനയ പാടവം കാഴ്ചവെച്ച ആളാണ് ആര്യയുടെ മുൻ കാമുകനെന്നാണ് ആലപ്പി അഷ്റഫ് ആര്യയുടെ കാമുകനെ കുറിച്ച് പറഞ്ഞത്. 3 വർഷക്കാലം പ്രണയവും ലിവിംഗ് ടുഗദറും ഒക്കെയായി ആര്യ എല്ലാവിധത്തിലും ചൂഷണം ചെയ്ത ശേഷം നിഷ്കരുണം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായത്. ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയത് ആര്യയ്ക്ക് നഷ്ടബോധമുണ്ടാക്കിയെന്നും ആലപ്പി അഷ്റഫ് അന്ന് തുറന്നു പറഞ്ഞു. ബിഗ് ബോസിൽ നിന്നും ആര്യയ്ക്ക് പണം കിട്ടിയതൊഴിച്ചാൽ ആ ഷോ നഷ്ടക്കച്ചവടമായിരുന്നു. ഇമേജിനൊപ്പം തന്റെ പ്രേമഭാജനത്തെയും നഷ്ടമായി. ഇത് ആര്യ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു. ഇതിൽ നിന്നെല്ലാം മോചിതയാകാൻ 1 വർഷക്കാലം വരെ ആര്യയ്ക്ക് വേണ്ടി വന്നു. വേദനകൾ നമ്മെ തകർക്കാനല്ല, ശക്തനാക്കാൻ വരുന്ന അധ്യാപകരാണ്. പരീക്ഷയുടെ തീയിൽ ചുട്ടെടുക്കുമ്പോഴാണ് മനസ്സിന്റെ യഥാർത്ഥ ദൃഢത രൂപം കൊള്ളുന്നത്. വീണിടങ്ങൾ പരാജയങ്ങളുടെ അടയാളങ്ങളല്ല, ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിച്ച ഇടങ്ങളാണ്. ഓരോ വീഴ്ചയും ഒരു പുതിയ ഉണർവിന്റെ നിശബ്ദമായ തുടക്കമാണ്. ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ തീയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ വാർത്തെടുത്ത് ഉയരങ്ങളിലേക്ക് പതുക്കെ പറന്നുയർന്നുകൊണ്ടിരിക്കുകയാണ് നടിയും അവതാരകയും സംരംഭയും ഒക്കെയായ ആര്യ. വെല്ലുവിളികൾ നിറഞ്ഞ അനുഭവങ്ങളാണ് ആര്യയ്ക്ക് ചുറ്റിലുമുണ്ടായത്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളിൽ ഏറെയും ഏതെങ്കിലും വിധത്തിൽ വിവാദങ്ങളിലോ മറ്റ് പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് സർവൈവ് ചെയ്തവരോ സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ഇമേജ് ഉള്ളവരോ അല്ലെങ്കിൽ വളരെ നല്ല ഇമേജ് ഉള്ളവരോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് മത്സരാർത്ഥികളായി വരുന്നത്. എന്നാൽ ആര്യ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ആര്യയോട് എല്ലാവർക്കും ഇഷ്ടം മാത്രമായിരുന്നു. ബഡായി ആര്യ, അതായത് പിഷാരടിയുടെ ഭാര്യ എന്നൊക്കെയാണ് ആര്യ അറിയപ്പെട്ടത്. സീരിയലിലെ നല്ല കഥാപാത്രങ്ങളാണ് ആര്യ ചെയ്തത്. നെഗറ്റീവ് ഷെയ്ഡുള്ള കാര്യങ്ങളൊന്നും ആര്യയ്ക്ക് ആ സമയത്തില്ലായിരുന്നു ബിഗ് ബോസിൽ എത്തുന്നവരെ. എന്നാൽ ബിഗ് ബോസിൽ നിന്നിറങ്ങിയപ്പോൾ ആര്യ വെമ്പാല എന്നാണ് ആര്യ അറിയപ്പെട്ടത്. കാരണം അത്രയും നെഗറ്റീവ് ഇമേജ് ആണ് ആ ഷോ ആര്യയ്ക്ക് കൊടുത്തത്. ബിഗ് ബോസ് മത്സരാർത്ഥിയായി ആര്യ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ അവിടുത്തെ പ്രകടനം കാണുവാൻ സന്തോഷത്തോടെയാണ് കാത്തിരുന്നത്. എന്നാൽ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടനമാണ് ആര്യ അവിടെ കാഴ്ചവെച്ചത്. ആര്യയ്ക്ക് ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹവും അംഗീകാരവും എല്ലാം അവിടെ നഷ്ടമായി. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ആര്യ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതവും നഷ്ടപ്പെടുന്നൊരവസ്ഥയായി.
ഈ നഷ്ടങ്ങളൊക്കെ ആര്യയെ പാനിക് അറ്റാക്കിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ തള്ളിവിടുകയാണ് ഉണ്ടായത്. അതിൽ നിന്നൊക്കെ മോചിതയാകാൻ ഏതാണ്ട് 1 വർഷക്കാലം വേണ്ടി വന്നു എന്നാണ് ആര്യ പറയുന്നത്. ആര്യയ്ക്ക് ബിഗ് ബോസിൽ പോകാൻ പ്രചോദനം നൽകിയതും അതിനുവേണ്ടി എയർപോർട്ടിൽ കൊണ്ടാക്കിയതും ഒക്കെ കാമുകനാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപുള്ള വീഡിയോ കോളിൽ വേർപാടിന്റെ വേദനയിൽ അയാൾ പൊട്ടിക്കരയുന്നത് കണ്ട് വേദനയോടെയാണ് ആര്യ ഹൗസിനുള്ളിലേക്ക് കടന്നുപോയത്. എന്നാൽ ആര്യയുടെ നിഷ്കളങ്കമായ ആ സ്നേഹം കാമുകനായ വില്ലൻ ചൂഷണം ചെയ്തു. അതൊന്നും ആര്യ അറിഞ്ഞില്ല. ഇപ്പോൾ ആര്യ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് സിബിനൊപ്പം.